കേരള നദ്വത്തുൽ മുജാഹിദീൻ KNM സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന അധ്യാപക പരിശീലന കോഴ്സിന്റെ രണ്ടാം ബാച്ചിന്റെ ഉദ്ഘാടനം ചേംബർ ഹാളിൽ നടന്നു. ഡോക്ടർ TP നഫീസ ബേബി ഉദ്ഘാടനം ചെയ്തു. അധ്യാപകർ സാമൂഹ്യ നവോത്ഥാനത്തിന് നേതൃപരമായ പങ്കുവഹിക്കണമെന്ന് നഫീസ ബേബി പറഞ്ഞു. രാജ്യത്തിന്റെ ശ്രേഷ്ഠ വിഭവം പൗരന്മാരാണ്. ആ പൗരന്മാരെ രാജ്യത്തിന് ഉപയുക്തമാകും വിധം വളർത്തിയെടുക്കുവാൻ അധ്യാപകർക്ക് മാത്രമേ സാധിക്കൂ എന്നും നഫീസ ബേബി കൂട്ടിച്ചേർത്തു. പിന്നെ എപ്പോഴും നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നത് നമ്മുടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ കൃത്യമായി നമസ്കരിക്കുകയും കൃത്യമായി നോക്കുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ആയി എന്ന് തോന്നുമ്പോൾ സമൂഹത്തിനോടുള്ള കുറെ ബാധ്യതകൾ നിറവേറ്റാതെ പോകുന്നതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയുന്നത് നമ്മുടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ റോഡിൽ പാലിക്കേണ്ട കുറെ മര്യാദകളുണ്ടാവും. ഇപ്പോൾ നമ്മുടെ കാറിന് നമ്മൾ മാഷാദാന്നൊക്കെ എഴുതിയിട്ടുള്ള കാറായിരിക്കും. റോഡിൽ ട്രാഫിക് സിഗ്നൽ നോക്കാതെ കയറി പോകുമ്പോഴൊക്കെ മുസ്ലിമിന്റെ കാറാണ്, അത് നോക്കി സിഗ്നൽ ധരിച്ചു പോകുന്നുണ്ട്, അല്ലെങ്കിൽ റോങ് സൈഡിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോഴെന്താവും നമ്മളെ പറ്റിയുള്ള ഒരു പൊതു ധാരണ മോശമായി പോകുന്നത്. ശാസ്ത്രീയമായ പരിശീലനം ലഭിച്ച മദ്രസ അധ്യാപകരെ വാർത്തെടുക്കുന്നതിനായി KNM വിദ്യാഭ്യാസ ബോർഡ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഡിപ്ലോമ ഇൻ മദ്രസ ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സിന്റെ ആദ്യ ബാച്ച് കഴിഞ്ഞ ഒക്ടോബറിൽ പുറത്തിറങ്ങി. പുതിയ ബാച്ചിൽ സംസ്ഥാനത്തെ 25 കേന്ദ്രങ്ങളിൽ 1000 പഠിതാക്കൾ ഉണ്ടാകും. ഖുർആൻ, അറബി ഭാഷ, ഇസ്ലാമിക ചരിത്രം, കർമ്മശാസ്ത്രം, അധ്യാപന മനഃശാസ്ത്രം, അധ്യാപന രീതിശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ബൃഹത്തായ പാഠ്യ പദ്ധതിയാണ് കോഴ്സിന് വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. KNM വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ഡോക്ടർ PP അബ്ദുൽ ഹഖ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ KNM സംസ്ഥാന സെക്രട്ടറിമാരായ MT അബ്ദുസമദ് സുല്ലമി, ഡോക്ടർ സുൽഫിക്കർ അലി, KP ഇസാഖ് അലി, റഫീഖ് കൊടിയത്തൂർ, ഷമീം സ്വലാഹി മടവൂർ, ഡോക്ടർ PMA വഹാബ്, CH ഇസ്മായിൽ ഫാറൂഖി, അബ്ദുറഹ്മാൻ മാസ്റ്റർ, നിസാമുദ്ദീൻ കണ്ണൂർ, ഷഹനാസ് റഷീദ്, അൻസാർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.